എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും, അതുപോലെ ഇന്ന് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയദേവൻ സാർ, സൂര്യകവി എന്നറിയപ്പെടുന്ന ജയദേവൻ സാർ, സൂര്യനെക്കുറിച്ച് 3000-ലധികം കവിതകൾ എഴുതി പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിനും, അതുപോലെ നടൻ, സംവിധായകൻ, മീഡിയ സിറ്റി മാനേജിംഗ് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രശസ്തിയായ ഡോക്ടർ മനു സി കണ്ണൂർ സാർ, അതുപോലെ സംസ്ഥാനത്തെ മികച്ച ലഹരി വിമുക്ത പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ സരുൺ നായർ സാർ, കവിയും ഗാനരചയിതാവും സാഹിത്യകാരനുമൊക്കെയായ ശ്രീ ഹരികുമാർ KP സാർ, നാടക നടനും സീരിയൽ നടനുമായ ശ്രീ ഗോപകുമാർ അവർകൾ, അതുപോലെ കവിയത്രിയും സ്ക്രിപ്റ്റ് റൈറ്ററും അഭിനേത്രിയും നിഴൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയുമായ ശ്രീമതി രശ്മി ആറൂട്ടറ എന്നിവർക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സമാജിൽ എൻ്റെ കർമ്മധീരർക്കും എൻ്റെ പ്രണാമം. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ സന്നദ്ധ സംഘടനയാണ് ഭാരത് സേവക് സമാജ് അഥവാ BSS. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡൻറ്റും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരിലൂടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിലെ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെയും ഉന്നമനത്തിലൂടെയാണെന്നുള്ളത് ഒരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തിവരുന്നത്. തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പുറമെ വ്യാവസായിക മേഖലയിലും കാർഷിക മേഖലയിലും പുസ്തക പ്രസിദ്ധീകരണ മേഖലയിലും അതുപോലെ സോളാർ മേഖലയിലും മൈക്രോ ലൈഫ് മേഖലയിലും കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖലയിലും അങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഭാരത് സേവക് സമാജ് നടത്തി വരുന്നത്. ദേശസ്നേഹികളായ മഹാനുഭാവന്മാരായ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഗുൽസാരിലാൽ നന്ദ എന്നിവരുടെ പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 72 വർഷം പിന്നിടുകയാണ്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയേക്കാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് നൽകി ആദരിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒത്തിരി കലാകാരന്മാരും കലാകാരികളും സാഹിത്യകാരന്മാരും അതുപോലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിലുള്ളവർ, ആരോഗ്യ മേഖല, മാധ്യമ മേഖല, അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണർ, വാസ്തുശില്പികൾ, അങ്ങനെ അനേകം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയാതെയും കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ ചെയ്ത സേവനങ്ങളെ, അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ദേശീയ ഉപഹാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാരം. ഇന്ന് ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനമാണ്, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാനപ്പെട്ട BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ശ്രീ BS ബാലചന്ദ്രൻ സാർ അവരുടെ പ്രസംഗവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ബഹുമാന പുരസ്സരം അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ അവരവരുടെ കഴുത്തുകളിൽ അണിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഉടൻ തന്നെ സമ്മേളനം ആരംഭിക്കുന്നതുമാണ്. BSSൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവർകൾ, ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവർകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവർകൾ എന്നിവർ ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സമ്മേളനം ഉടൻ തുടങ്ങുകയാണ്. ദേശീയ ഗാനം.
जनगणमन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। ബഹുമാനപ്പെട്ട BS ബാലേന്ദ്രൻ സാർ, ശ്രീമതി മഞ്ജു, ഇവിടെ ഇന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അവരുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു ബഹുജനങ്ങളെ, ഭാരത് സമാജിൻ്റെ ഭാരത് സേവക് ഓണർ ഈ മാസത്തെ ഓണർ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മാസവും 12-ാം തീയതിയാണ് ഭാരത് സമാജിൻ്റെ ഭാരത് സേവക് പുരസ്കാര സമർപ്പണം രാജ്യത്തെമ്പാടും നടന്നു വരുന്നത്. ഭാരത് സമാജിൻ്റെ ഫൗണ്ടേഷൻ ഡേ ഓഗസ്റ്റ് 12 ആയതുകൊണ്ടാണ് 12 എന്ന തീയതിയിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ പരിപാടി ഭാരതത്തിലുടനീളം നടത്തി വരുന്നത്. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരത് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. നമുക്കറിയാം, ഭാരത് സമാജിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വിലയിരുത്തുമ്പോൾ ഭാരത് സമാജ് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്നിട്ടുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വളരെ മഹത്തായിരുന്നെങ്കിലും ഇന്ന് ഭാരത് സമാജ് നോക്കിക്കാണുമ്പോൾ ഭാരത് സമാജ് ഇന്ന് ലോകമെമ്പാടും പ്രവർത്തനങ്ങളുണ്ട്. രാജ്യത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭാരത് സമാജിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ്റെ ഒരു കർമ്മധീരതയും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആശയ വ്യാപനവുമാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരത് സമാജ് ഇന്ന് കാണുന്ന വിവിധങ്ങളായ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നത്. സമൂഹത്തിൽ എന്ത് പരിപാടി ഭാരത് സമാജ് ഏറ്റെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ മതി. ഏത് മേഖലയായാലും, അഗ്രികൾച്ചർ മേഖലയായാലും, തൊഴിൽ മേഖലയായാലും, ഇൻഫർമേഷൻ ടെക്നോളജി ആയാലും, മൈക്രോ ഫിനാൻസ് ആയാലും, സ്ത്രീ ശാക്തീകരണമായാലും, കപ്പാസിറ്റി ബിൽഡിംഗ് ആയാലും, അങ്ങനെ നിരവധി ഏത് പ്രവർത്തനത്തിലും ഭാരത് സമാജ് ധൈര്യപൂർവ്വം മുന്നോട്ടിറങ്ങുകയും അതെല്ലാം തന്നെ സക്സസ്ഫുള്ളായി നടത്തിയെടുക്കുകയും ചെയ്യുന്നത് ഈ ഭാരത് സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിൻ്റെ നേതൃത്വ പാഠവും തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കീഴിൽ രാജ്യത്തെമ്പാടും എത്രയോ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വോളണ്ടിയറായിട്ടും അല്ലാതെയും പ്രവർത്തിച്ചു വരുന്നത്. ആ പ്രവർത്തകരുടെയും അദ്ദേഹത്തിൻ്റെയും കൂടെ ഒരു ടീം വർക്കാണ് ഭാരത് സമാജ് ഇന്ന് കാണുന്ന ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ ഭാരത് സേവക് ഓണറെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ദേശീയ ചെയർമാൻ ആയതിനു ശേഷം ഭാരത് സമാജിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഗുൽസാർലാൽ നന്ദാജിയും ഇരുന്ന ഭാരത് സമാജിൻ്റെ ദേശീയ ചെയർമാൻ എന്ന സ്ഥാനത്ത് BS ബാലേന്ദ്രൻ സാർ വന്നതിന് ശേഷമാണ് ധാരാളം പ്രവർത്തനങ്ങൾ കൂടുതലായി ചെയ്തു വരുന്നത്. അതിലൊരു പ്രധാന പ്രവർത്തനമാണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുക എന്നുള്ളത്. ഭാരത് സേവക് ഓണർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ളവരാകാം, ചിലപ്പോൾ അവാർഡുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ലാത്തവരുമായിരിക്കാം. പക്ഷേ ബയോഡാറ്റ വായിക്കുമ്പോൾ പലർക്കും ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ മനസ്സിലാക്കും. പക്ഷേ ഒരു ദേശീയ പുരസ്കാരം എന്ന നിലയിൽ ഭാരത് സമാജാണ് ഈ ഒരു അവാർഡ് ആദ്യമായി നൽകുന്നത് ഇവിടെ പലർക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഈ ഒരു ദേശീയ അവാർഡ് നിങ്ങൾക്ക് തരുമ്പോൾ എന്തുകൊണ്ടാണ് ഭാരത് സമാജ് ദേശീയ അവാർഡ് എല്ലാവർക്കും തരുന്നത്, ഇങ്ങനെ ആളുകളെ കണ്ടെത്തി തരുന്നതെന്ന് നമുക്കൊരു തോന്നിയേക്കാം. ഭാരത് സമാജിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് സമൂഹത്തിൽ ഏത് രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു ചെറിയ പ്രവർത്തനമാകാം, വലിയ ആകാം, ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്തു വരികയാണ് ഈ പ്രവർത്തനത്തിലൂടെ. അത് പക്ഷേ മനസ്സിലാക്കുന്നില്ലായിരിക്കും, നമ്മൾ ഓരോരുത്തരും അത് മനസ്സിലാക്കുന്നില്ല. ഒരാൾ മനസ്സിലാക്കി തരുമ്പോഴായിരിക്കും അത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ അവാർഡ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭാരത് സമാജിൻ്റെ ഈ അവാർഡ് വഴി നിങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ആദരിക്കപ്പെടുകയാണ്. ഭാരത് സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ട്, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് അതിനോട് കിടപിടിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ അവാർഡ് ജേതാക്കൾക്ക് വേണ്ടി നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആ വെബ്സൈറ്റിൽ അറിയാം നിങ്ങൾ ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഭാരത് സേവകളായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. അപ്പോൾ അവരവരുടേതായ രീതിയിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഓരോരുത്തരും പങ്കാളികളാണ്. ആ പ്രക്രിയയിൽ നിങ്ങളെ ആദരിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാവുകയാണ്. നമ്മുടെ സമൂഹത്തിൽ വരുന്ന യുവജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാം തന്നെ ഈ
നിങ്ങളുടെ നാട്ടിൽ ഇത് ആദരിക്കപ്പെടുന്നതോടുകൂടി ആ നാട്ടിൽ നിന്നുള്ളവർക്ക് ഒരു പ്രചോദനമാണ് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആദരിക്കപ്പെടുന്നു എന്നുള്ളതും. അതുപോലെ നിങ്ങളുടെ തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ ഓരോരുത്തർക്കും കൂടുതൽ കർമ്മം ചെയ്യുവാനുള്ള ഒരു പ്രചോദനം കൂടിയാകും എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഭാരത് സിവിൽ സമാജ് ഇങ്ങനെ ഓരോ മാസവും പ്രഗത്ഭരായവരെയും ധാരാളം മേഖലകളിൽ പങ്കെടുക്കുന്നവരെയും ഇവിടെ വിളിച്ചു വരുത്തി അവാർഡ് നൽകി ആദരിക്കുന്നത്. അത് അന്നത്തെ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഭാരത് സിവിൽ സമാജിൻ്റെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും ബയോഡേറ്റ ചുരുങ്ങിയ രീതിയിലാണ് ഞാനിവിടെ വായിക്കുന്ന കാര്യം. ബയോഡേറ്റ വളരെ വലിയ ബയോഡേറ്റയാണ് ഓരോരുത്തരുടെയും വരുന്നത്. അപ്പം നമ്മളത് ഇത്രയും പേരുടെ വായിച്ചു പോകുമ്പം സമയം ഒരുപാട് എടുക്കും എന്നുള്ളതിനാൽ തന്നെ എല്ലാവരെ പറ്റി ഒരു ചുരുക്കിയ ബയോഡേറ്റയാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പേര് വിളിക്കുമ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും കാണാനും മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരെ പേര് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വാഗത ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ശ്രീ പനച്ചിക്കാട് സദാശിവൻ. ഇദ്ദേഹം ചേർത്തല സ്വദേശിയാണ്. ചേർത്തല ജനനം. കവി, സംഗീത സംവിധായകൻ, ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 12-ാം വയസ്സിൽ സംഗീത കച്ചേരിയിൽ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് വിവിധ വേദികളിൽ സംഗീത കച്ചേരികൾ നടത്തി. കച്ച് പി എന്ന ഭക്തിഗാന കാസറ്റിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകി. സരസ്വതി നമസ്തുഭ്യം എന്ന സരസ്വതി ശ്ലോകത്തിന് സംഗീതം നൽകി ആലപിച്ചുകൊണ്ടായിരുന്നു സംഗീത സംവിധാന രംഗത്തെ ആദ്യത്തെ ചുവടുവയ്പ്. തുടർന്ന് 1000-ൽ പരം ഗാനങ്ങൾക്കാണ് സംഗീത സംവിധായകനായി മാറിയത്. ഇതുകൂടാതെ കവിതകൾ എഴുതി വിവിധ കവിയരങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അനേകം ഗാനങ്ങൾ രചിക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. സംഗീത അധ്യാപകനായിരുന്നു. വിവിധ സംഗീത മത്സരങ്ങളിൽ വിധികർത്താവായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംഗീത രംഗത്തെ സേവനങ്ങൾ മുൻനിർത്തി ബ്രഹ്മനാഥോപാസകൻ എന്ന പദവിയോടൊപ്പം ധാരാളം അവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വിശ്വബ്രഹ്മാവിനെക്കുറിച്ചുള്ള ഭാരതത്തിലെ ആദ്യത്തെ മഹാകാവ്യ ഗ്രന്ഥമായ, അത് നിത്യപാരായണത്തിന് ഉതകുന്ന രീതിയിലുള്ള ഗ്രന്ഥമായ ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന മഹാകാവ്യ ഗ്രന്ഥം ഇദ്ദേഹം ഇപ്പോൾ രചിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാമദാസ് കണ്ടത്ത്. അദ്ദേഹം അമേരിക്കയിലാണ് താമസം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ PhD ചെയ്യുന്നു. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തെക്കുറിച്ച് നിരവധി പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഇന്റർകോണ്ടിനെൻ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA ഗോൾഡ് മെഡലും ഓണേഴ്സ് അവാർഡും ലഭിച്ച വ്യക്തിയാണ്. ഫോർച്യൂൺ 500 കമ്പനികളിൽ 16 വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള രാമദാസ് വിവിധ സമൂഹ സംഘടനകളിൽ സജീവമാണ്. എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ, കേരള ഹിന്ദു സൊസൈറ്റി, നോർത്ത് അമേരിക്കൻ മലയാളി ഹിന്ദു അസോസിയേഷൻ, ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഹിന്ദു അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളിലും ക്ഷേത്രങ്ങളിലും മതപരമായ വികസന പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയാണ്. തൊഴിൽപരമായും സാംസ്കാരികമായും സാമൂഹ്യ പ്രവർത്തനങ്ങളെ മുൻനിർത്തി നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ നടത്തിയ ഗവേഷണത്തിൻ്റെ വ്യവസായ പ്രവർത്തനങ്ങൾ, മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ, ലോകവ്യാപകമായ വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഇതുവഴി ഫോർച്യൂൺ 500 കമ്പനികളിലെ പിന്തുണയും നിരവധി അവാർഡുകളും അഭിനന്ദനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വ്യാവസായിക രംഗത്തെ സമകാലിക സാങ്കേതിക വിദ്യകൾ, ഡിജിറ്റൽ പരിവർത്തനം, ലോകവ്യാപകമായ ലോജിസ്റ്റിക് നിർമ്മിത ബുദ്ധി, ഡോക്ടറൽ പഠനങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഈ പ്രാവീണ്യം കൊണ്ട് തന്നെ പല കമ്പനികളിലും നൂതന മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവേശിക്കുന്ന ഏതൊരു മേഖലയിലും വ്യവസ്ഥാപിതമായ മാറ്റങ്ങൾ വരുത്തുകയും സമൂഹത്തിൻ്റെ വളർച്ചയിലും വികാസത്തിലും നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അഥവാ അതോടുൾപ്പെടെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, ഈ 2 മേഖലകൾ കണക്കിലെടുത്താണ് ഇദ്ദേഹത്തെ ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ. കൊല്ലം ബീച്ച് റോഡ് സ്വദേശി, പുരോഹിതൻ, പത്രാധിപർ, നിർമ്മാതാവ്. ഫിലിപ്പീൻസിലെ ഡേ അറ്റോണോ മാനില യൂണിവേഴ്സിറ്റിയിലും റോമിലുള്ള ഗ്രെഗോറിയൻ യൂണിവേഴ്സിറ്റിയിലും ഉപരിപഠനം നടത്തി. സേവനം പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആതുര ശുശ്രൂഷ മേഖലയിലും ആയിരുന്നു. വിശ്വധർമ്മമാസികയുടെ പത്രാധിപനായിരുന്നു. മാധ്യമ വിദ്യാഭ്യാസം, ചലച്ചിത്ര ആസ്വാദനം, വീഡിയോ നിർമ്മാണം എന്നീ വിഷയങ്ങളിൽ 100-ലധികം ശില്പശാലകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 10 ഹ്രസ്വ ചിത്രങ്ങൾ നിർമ്മിച്ചു.
വിശ്വദർശൻ ബുക്ക് സ്റ്റോൾ ആരംഭിച്ചു. കൊല്ലത്ത് ആദ്യത്തെ ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആരംഭിച്ചു. ധാരാളം തിയേറ്റർ കലകളും ഇദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ബെൻസിഗർ ആശുപത്രിയിൽ ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് ആരംഭിച്ചു. ദേശത്ത് 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ ആരംഭിച്ചു. കൊല്ലത്തെ ആദ്യത്തെ റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചു. റേഡിയോ ബെൻസിഗറിന് നാളിതുവരെ 4 ദേശീയ അവാർഡുകൾ, 2 സംസ്ഥാന അവാർഡുകൾ, 3 ഫെസ്റ്റിവൽ അവാർഡുകൾ തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലും സാഹിത്യ മേഖലയിലെയും സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മഞ്ജു സാഗർ, എറണാകുളം മുളവുകാട് സ്വദേശി, ബാച്ചലർ ഓഫ് ആർട്സ് കരസ്ഥമാക്കി ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും കലാപഠനം പൂർത്തീകരിച്ചുകൊണ്ട് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു. 6 ചിത്ര പ്രദർശനങ്ങളുടെയും 8ഓളം ചിത്രകലാ ക്യാമ്പുകളുടെയും ഭാഗമാണ്. 11 ചിത്രകലാ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിരവധി കലാസൃഷ്ടികൾ വിവിധ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിച്ചു വരുന്നു. മാധ്യമം, ദേശാഭിമാനി, പച്ചക്കുതിര തുടങ്ങിയ പല ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും കഥകൾ, കവിതകൾ എന്നിവ എഴുതുന്നു. 7 ചെറുകഥകൾ ആകാശവാണിയിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. 4 കഥകൾ റേഡിയോ മലയാളം സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. 3 കവിതാ സമാഹാരങ്ങളിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ നവമാധ്യമങ്ങളിൽ സ്ഥിരമായി എഴുതിക്കൊണ്ടിരിക്കുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ആനി ജോസഫ്, തിരുവനന്തപുരം സ്വദേശി, ബാംഗ്ലൂരിലെ രമണ മഹർഷി അക്കാദമി ഫോർ ബ്ലൈൻഡ് ആൻഡ് നാഷണൽ പ്രോഗ്രാം ഓഫ് റീഹാബിലിറ്റേഷനിൽ നിന്നും ബ്രിഡ്ജ് കോഴ്സ് കരസ്ഥമാക്കിക്കൊണ്ട് ദ ഇന്ത്യൻ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ദ ബ്ലൈൻഡ് ബോംബെയിലും ഗുജറാത്തിലും ചീഫ് ഫാക്കൽറ്റിയായി 10 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. DPയുടെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ ഡയറ്റ് FTI അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്രീസിയേഷൻ അവാർഡ് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്, സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് വേൾഡ് ഫോറം, അവാർഡ് ഫോർ വൊക്കേഷണൽ എക്സലൻസ്, റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം റെസിഡൻസി, TMK ഗാന്ധി പീസ് അവാർഡ്, ദീർഘകാല പരിചയം പരിഗണിച്ചുകൊണ്ട് ജോയ് ആലിക്കാസ് വേൾഡ് ഫാഷൻ ജുവലറി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. ദി അബിലിറ്റി മിഷൻ കേരളയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ പ്രായഭേദമന്യേ ഡെയിലി ലിവിംഗ് സ്കിൽസ്, മൊബിലിറ്റി ട്രെയിനിങ്, ബ്രെയിലി പരിശീലനം, ക്രാഫ്റ്റ് ട്രെയിനിങ് എന്നിവ ചെയ്തു വരുന്നു. മികച്ച അവയർനെസ് പ്രോഗ്രാമിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്ത മേഖലയാണ്. ബ്ലൈൻഡായിട്ടുള്ള വ്യക്തികളുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KB ദേവ അമ്പു, തിരുവനന്തപുരം കരമന സ്വദേശി, സിനിമാറ്റോഗ്രാഫർ, 46 വർഷമായി കന്നഡ, തെലുങ്ക്, മലയാളം സിനിമകളിലെ ക്യാമറാമാനാണ്. കന്നഡയിലും തെലുങ്കിലും 18 സിനിമകളും 52 സീരിയലുകളും ചെയ്തിട്ടുണ്ട്. 140-ലധികം ടെലിഫിലിമുകൾ, BBC-യിലെ 7 ഡോക്യുമെൻ്ററികൾ, ഇന്ദിരാഗാന്ധി ഫൗണ്ടേഷൻ്റെ പേരിൽ 6 ഡോക്യുമെൻ്ററികൾ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ പേരിൽ ഡോക്യുമെൻ്ററികൾ, MTVയിൽ 12 ഗാനങ്ങൾ, 75-ൽ കൂടുതൽ അഡ്വർടൈസിംഗ്, 3 മലയാളം സിനിമകൾ എന്നിവ കൂടാതെ വിജയ് TV, CTV, കലൈഞ്ചർ TV, രാജ് TV തുടങ്ങിയ ചാനലുകളിൽ റിയാലിറ്റി ഷോകൾക്ക് ക്യാമറാമാനായിട്ടുണ്ട്. ദാന മിനി സ്ക്രീൻ അവാർഡ്, നല്ല സീരിയലിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് 3 വർഷം അദ്ദേഹത്തിന് തുടർച്ചയായി ലഭിച്ചു. വേറെ സംഘടനകളുടെയും അവാർഡുകൾ ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. ദൃശ്യമേഖലയിലെ വൈവിധ്യം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശ്രീദേവി സുരേഷ് അമേരിക്കയിലാണ്, എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഹസ്ബൻഡ് സുരേഷാണ് എത്തിയിരിക്കുന്നത്. നർത്തകി, 14 വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസം. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം എന്നീ വ്യത്യസ്ത ശൈലികളിൽ 25 വർഷത്തിലേറെയായി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ചു വരുന്നു. വിദ്യാഭ്യാസ പ്രവർത്തക കൂടിയാണ്. 500-ൽ പരം സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ടെക്സസിൽ ഹ്യൂസ്റ്റൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നൂപുര സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ സ്ഥാപകയും ഡയറക്ടറുമാണ്. ഇന്ത്യ, USA, കാനഡ, UK എന്നീ രാജ്യങ്ങളിൽ നിരവധി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നു. നാട്യരത്നം പുരസ്കാരം, ബാലഭാസ്കർ ഫൗണ്ടേഷൻ പുരസ്കാരം, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഇൻ്റർനാഷണൽ പ്രവാസി പുരസ്കാരം, നടന പ്രതിഭാ പുരസ്കാരം, നാട്യശ്രീ അവാർഡ്, നാട്യപത്മ അവാർഡ്, പീപ്പിൾ ഫോറം ഓഫ് ഇന്ത്യ ഇൻ്റർനാഷണൽ ഭരതനാട്യം അവാർഡ്, ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ് അംഗീകാര അവാർഡ്, വേൾഡ് പീസ് അവാർഡ്, മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹോസ്റ്റൺ അവാർഡ് തുടങ്ങിയ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നൃത്ത മേഖലയിലെ പ്രാവീണ്യം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അജികുമാർ പനമരം,
വയനാട് സ്വദേശി, കവി, ഗാനരചയിതാവ്, നാടകകൃത്ത്. 300-ലധികം കവിതകൾ രചിച്ചിട്ടുണ്ട്. നാടകഗാനങ്ങൾ, വിപ്ലവ ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, സംഗീത ശില്പഗാനങ്ങൾ, ആൽബം സോങ്സ്, ബാലസഭാ ഗാനങ്ങൾ, ബാലസംഘം ഗീതങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി 180-ലധികം ഗാനങ്ങൾ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. കലാജാഥകൾക്ക് വേണ്ടി നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. പൊൻകതിർ വയനാട് എന്ന പേരിൽ ഒരു നാടൻ പാട്ടുസംഘം ഇദ്ദേഹം നടത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ കവിയരങ്ങിൽ തുടർച്ചയായി 5 വർഷം വയനാടിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. വയനാട് കുടുംബശ്രീ മിഷൻ ബാലസഭ ജില്ലാ റിസോഴ്സ് പേഴ്സൺ, കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ്, കൈരളി ആർട്ടിസ്റ്റ് ആൻഡ് ലിറ്ററേച്ചർ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പുരോഗമന കലാസാഹിത്യവേദി വയനാട് ജില്ലാ കമ്മിറ്റി അംഗം, ഫിലമെൻ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി, സൈറൻ ഫിലിം ട്രസ്റ്റിൻ്റെ കോർഡിനേറ്റർ, ഫിലമെൻ ഫിലിം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയ മനോജ് കാനയുടെ കെഞ്ചിര എന്ന സിനിമയ്ക്ക് പ്രൊമോഷൻ സോങ് ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിൽ വയനാട് ജില്ലയുടെ സർക്കുലേഷൻ വിഭാഗത്തിൽ ഫീൽഡ് ഓർഗനൈസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കലാരംഗത്തെ പ്രാവീണ്യം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സജയൻ പെരിങ്ങമല കല്ലിയൂർ സ്വദേശി, സിനിമ സീരിയൽ പ്രൊഡക്ഷൻ കൺട്രോളായി 17 വർഷമായി പ്രവർത്തിക്കുന്നു. കനൽപ്പൂവ്, ഹൃദയം, കൂടവിടെ, ഭദ്ര, അരുന്ധതി, രാത്രിമഴ, രാക്കുയിൽ, മനസ്സറിയാതെ, ഭാഗ്യലക്ഷ്മി, നിഴൽക്കണ്ണാടി തുടങ്ങി 25ഓളം സീരിയലുകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. സൂര്യ TV, കൈരളി, ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ, ഫ്ലവേഴ്സ് എന്നീ ചാനലുകൾക്ക് വേണ്ടിയാണ് സീരിയൽ ചെയ്തിട്ടുള്ളത്. കലാരംഗത്തെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശശികല നായർ, പത്തനംതിട്ട കാട്ടൂർ സ്വദേശി, അധ്യാപിക, കവയിത്രി. കേരളത്തിലും ഒമാനിലുമായി വിവിധ സ്കൂളുകളിൽ അധ്യാപികയായി ജോലി ചെയ്തു. നിലവിൽ ഒമാനിലെ മസ്കറ്റിലാണ് താമസം. മാതൃഭൂമി വാരാന്ത പതിപ്പിലും കോളേജ് മാഗസിനിലുമാണ് രചനകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഒമാനിലെ മണമുള്ള മണലെഴുത്ത് എന്ന പുസ്തകത്തിൽ പ്രവാസം കാത്തുവച്ചത് എന്ന കവിത പ്രസിദ്ധീകരിച്ച് വളരെയേറെ ശ്രദ്ധ നേടി. സോഷ്യൽ മീഡിയയിലെ എഴുത്തുകളും കവിതകളും ജനശ്രദ്ധ നേടിയിട്ടുള്ളതാണ്. ഉള്ളെഴുത്ത് എന്നതാണ് ആദ്യ പുസ്തകമായി പുറത്തു വന്നിട്ടുള്ളത്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജയശ്രീ വിനോദിനി, തിരുവനന്തപുരം സ്വദേശി, നർത്തകി, നൃത്ത സംവിധായിക, നൃത്ത അധ്യാപിക. 35 വർഷമായി നൃത്തരംഗത്ത് സജീവം. കഴിഞ്ഞ 18 വർഷമായി വിവിധ സബ് ജില്ലാ, ജില്ലാ, CBSE സംസ്ഥാന കലോത്സവം, അനന്തപുരി നൃത്ത കലോത്സവം, നവോദയ ഫെസ്റ്റ് ദുബായ്, പോളിടെക്നിക് കലോത്സവം, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് കലോത്സവം എന്നിങ്ങനെ വിവിധ മത്സരങ്ങളിൽ വിധി നിർണ്ണയം നടത്തിവരുന്നു. സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ സജീവ പ്രവർത്തകയാണ്. ഗുരുശ്രേഷ്ഠ പുരസ്കാരം, നാട്യശ്രീ പുരസ്കാരം, പൂനെ മലയാളോത്സവം അവാർഡ്, നവോദയ ഫെസ്റ്റ് പുരസ്കാരം, ഡോക്ടർ APJ അബ്ദുൽ കലാം പഠന കേന്ദ്രം 2023 മികച്ച അധ്യാപിക പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അഭയകേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവനിലെ ഗാന്ധിഭവൻ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മഹാദേവ അയ്യർ, തിരുവനന്തപുരം വലിയശാല സ്വദേശി, 20 വർഷമായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നു. 20 വർഷത്തിനുള്ളിൽ 10,000 പേരുടെ പ്രശ്നങ്ങൾക്കെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വഴിയിലൂടെ സത്മാർഗ സഞ്ചാരത്തിലൂടെയും മനുഷ്യർക്ക് അവരുടെ സങ്കീർണമായ ജീവിതഘട്ടങ്ങൾ തരണം ചെയ്യുവാൻ ജ്യോതിഷപ്രകാരം മാർഗനിർദ്ദേശം നൽകി വരുന്നു. തിരുവനന്തപുരത്തും കരുനാഗപ്പള്ളിയിലും പ്രാക്ടീസ് ചെയ്യുന്നു. മികച്ച ജെമോളജിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം. ജ്യോതിഷ മേഖലയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശ്രീലക്ഷ്മി ശരൺ, തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി, സാമൂഹ്യ പ്രവർത്തക. നിലവിൽ കേരള വനിതാ കോൺഗ്രസ് B സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. SIT ഹോസ്പിറ്റൽ വികസന സമിതി അംഗം, നേമം ബ്ലോക്ക് പഞ്ചായത്ത് ഉപദേശക സമിതി അംഗം, മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഉപദേശക സമിതി അംഗം, മലയൻകീഴ് ലയൺസ് ക്ലബ് സർവീസ് ചെയർപേഴ്സൺ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേമം മേഖല മുൻ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ക്രൈം, തനിനിറം ദിനപത്രത്തിൻ്റെ സബ് എഡിറ്ററും ആയിരുന്നു. ധാരാളം രോഗികൾക്ക് RCC, മെഡിക്കൽ കോളേജ്, SIT തുടങ്ങിയ ഹോസ്പിറ്റലുകളിൽ ഇടപെട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. 4 സ്ത്രീകൾ മാത്രമുള്ള ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന അടക്കം നിരവധി പേരുടെ കുടുംബകാര്യങ്ങൾ ഇടപെട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു വരുന്നു. ആരും ഇല്ലാതിരുന്ന ഒരു കിഡ്നി രോഗിയെ വീട്ടിൽ താമസിപ്പിച്ച് പരിപാലിച്ചു.
ശ്വാസകോശ സംബന്ധമായ രോഗമുള്ള വ്യക്തിക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഈ രോഗിയുടെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ മകളുടെ പഠന ചിലവ് വഹിച്ചു വരുന്നു. കോവിഡ് സമയത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ശ്രീ ചിത്ര തിരുനാൾ ഫൗണ്ടേഷൻ്റെ ശ്രീ ചിത്ര തിരുനാൾ പുരസ്കാരം, ഹിന്ദു സർവീസ് സൊസൈറ്റിയുടെ പുരസ്കാരം, MIG ഗ്രൂപ്പ് പുരസ്കാരം തുടങ്ങിയ ആദരവുകളും മറ്റ് സംഘടനകളുടെ ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രവീൺ ഗിൽബർട്ട്, കൊല്ലം മയ്യനാട് സ്വദേശി, ക്യാമറാമാൻ, ഗാനരചയിതാവ്, പ്രൊഡ്യൂസർ, വീഡിയോ ഓഡിയോ എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പത്തനംതിട്ടയുടെ ശബ്ദം PTA ന്യൂസ് പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ, ക്യാമറാമാൻ എന്നീ നിലകളിൽ പ്രവർത്തനം ആരംഭിക്കുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അധികാരികളുടെ മുന്നിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളിലൂടെ വീടുകൾ നഷ്ടപ്പെട്ടവർ, കൃഷികൾ നഷ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ളവരുടെ വിഷയങ്ങൾ പത്തനംതിട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 8 മിനിറ്റ് ദൈർഘ്യമുള്ള നിശബ്ദ ചിത്രമായ കാഴ്ച തുടങ്ങി നിരവധി ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മ്യൂസിക് ആൽബങ്ങൾ, അയ്യപ്പ ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്നിവയ്ക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനാണ്. അനുഗ്രഹ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മെമ്പറാണ്. നിർധനരായ രോഗികൾക്കുള്ള സഹായങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ ട്രസ്റ്റുമായി ചേർന്ന് നൽകി വരുന്നു. പറങ്കിമാമുകൾ തണൽ സ്ഥാപനത്തിൻ്റെ PRO ആയി സേവനം ചെയ്യുന്നു. ഭാരത് ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഡയറക്ടർക്കുള്ള അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ, എഡിറ്റർ എന്നീ നിലകളിലും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജീവൻ ടിയുടെ ഷോപ്പിംഗ് സ്പോട്ട് എന്ന പ്രോഗ്രാം കോർഡിനേറ്റർ, പവർ വിൻ TVക്ക് വേണ്ടി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്നിവ ചെയ്തു വരുന്നു. മനോരമ ഫെസ്റ്റിവൽ അവാർഡ്, KRM സിനി ക്രിയേഷൻ ബെസ്റ്റ് എഡിറ്റർ ക്യാഷ് അവാർഡ്, മികച്ച ചിത്രീകരണത്തിലുള്ള അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെയും സാമൂഹ്യ സേവന രംഗത്തെയും പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രേം മധുസൂദനൻ, ആലപ്പുഴ കണിച്ചകുളങ്ങര സ്വദേശി, കഥാകൃത്ത്. മലയാളത്തിലെ പ്രമുഖ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിരവധി ചെറുകഥകൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇലഹൃദയങ്ങൾ, നഗ്നയായ മരം എന്നീ കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇലഹൃദയങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിന് നവോത്ഥാന സാഹിത്യ സംസ്കൃതിയുടെ കഥാകൈരളി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിർമാല്യം കലാസാഹിത്യവേദി കലാവസന്തം അവാർഡ്, ചേർത്തല NSS താലൂക്ക് യൂണിയൻ്റെ മെറിറ്റ് അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നല്ലെഴുത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ മെയിൻ അഡ്മിനാണ്. നിലവിൽ പവർ ഇലക്ട്രോണിക്സ് കൺസ്ട്രക്ഷൻ മേഖലയിൽ കൺസൾട്ടൻറ്റ് ട്രെയിനറായി ജോലി ചെയ്തു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജീവ് അപ്പുക്കുട്ടൻ, എറണാകുളം പറവൂർ സ്വദേശി, നാടകനടൻ, നാടൻപാട്ട് കലാകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ നാടൻപാട്ട്, കവിതാ പാരായണം, നാടക അഭിനയം എന്നിവയിൽ പങ്കെടുത്തിരുന്നു. കേരളോത്സവം പരിപാടിയിലും സൗദി മലയാളി അസോസിയേഷനായ കേളി സംഘടിപ്പിച്ച പരിപാടിയിലും നാടൻപാട്ടിനും കവിതാ പാരായണത്തിനും 1ാം സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊച്ചിൻ കലാഭവൻ ഒമാൻ, കലാമണ്ഡലം ഒമാൻ, മലയാളി അസോസിയേഷനായ നവോദയ എന്നിവ ഒമാനിൽ നടത്തിയ മത്സരത്തിലും 1ാം സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കലാഭവൻ മണി, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുധീഷ് ചാലക്കുടി എന്നിവരോടൊത്ത് സ്വദേശത്തും വിദേശ രാജ്യങ്ങളായ ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും 1ാം സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ താരം പ്രിയനന്ദനോടൊപ്പം പാലാഷ്പൂരിൽ നിന്നും ഒരു അറബിക്കഥ എന്ന നാടകത്തിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഈ നാടകത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കറുത്ത ദൈവത്തെ തേടി, ചോരക്കുഞ്ഞിനെ കൊന്ന മേരി ഫെറർ, വിശക്കുന്നവൻ്റെ വേദാന്തം തുടങ്ങിയ അമച്വർ നാടകങ്ങൾ 300-ൽ പരം വേദികളിൽ പങ്കിടുകയും അതിൽ പ്രധാന വേഷം അഭിനയിക്കുകയും ചെയ്തു. സാമ്പത്തികമായും സാമൂഹ്യപരമായും പിന്നോക്കം നിൽക്കുന്ന SC/ST വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ അംബേദ്കർ സ്റ്റഡി മൂവ്മെൻറ്റ് കേരള, ഡോക്ടർ അംബേദ്കർ റിലീഫ് മിഷൻ സർവീസ് തുടങ്ങിയ കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നു. പെട്ടിമുടി ദുരന്തം, 2018-ലെ പ്രളയം, വയനാട് മലബാർ മേഖലയിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയുടെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മഹിജ തോട്ടത്തിൽ, കോഴിക്കോട് അഴിയൂർ സ്വദേശി, ജനപ്രതിനിധി, സാമൂഹ്യ പ്രവർത്തക, കവയത്രി. 2005-ൽ അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയായി ചുമതലയേറ്റു. 2005 മുതൽ 2020 വരെ 3 പ്രാവശ്യം ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. വാർഡ് മെമ്പർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുത്തു വരുന്നു. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി TV വാങ്ങി കൊടുത്തിട്ടുണ്ട്. കോവിഡ്, പ്രളയം എന്നീ പ്രതിസന്ധികളിൽ അശരണരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പഠിക്കുന്ന കാലം മുതൽ കവിത, ചെറുകഥ എന്നിവ രചിക്കാറുണ്ടായിരുന്നു. 2020 മുതൽ കവിതകളും ചെറുകഥകളും പ്രസിദ്ധീകരിച്ചു തുടങ്ങി.
4 കവിതകൾ ഓഡിയോ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സാഹിത്യ പ്രതിഭയെ അംഗീകരിച്ചിട്ടുണ്ട്. ദേശശബ്ദം, പീപ്പിൾസ് റിവ്യൂ, പ്രാദേശികം എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ കവിതകൾ വന്നിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ പ്രവർത്തനത്തിന് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ജനസേവന കേന്ദ്രം നടത്തിവരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മാധവ് കെ വാസുദേവ്, ചേർത്തല സ്വദേശി, കവി, കഥാകൃത്ത്, ലേഖകൻ, ഗാനരചയിതാവ്. നീർമിഴിപ്പൂക്കൾ എന്ന കഥാസമാഹാരം, ഏകലവ്യൻ, ഉറവിടം തേടുന്ന പുഴകൾ എന്ന കവിതാ സമാഹാരങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചിദംബരൻ, ദ്രവീഡൻ എന്നീ നോവലുകളും രാമായണത്തിലെ കഥയായ സരയു പറഞ്ഞത് എന്നിവയും രചിച്ചിട്ടുണ്ട്. കഥ, കവിത, ഗാനങ്ങൾ, ലേഖനങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും എഴുതി വരുന്നു. ഓൺലൈൻ രംഗത്തും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും എഴുതുന്നു. കേരള കാളിദാസ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ സ്മാരക പുരസ്കാരം, കാവാലൻ നാരായണ പണിക്കർ പുരസ്കാരം, നവഭാവന പുരസ്കാരം, കൊടുങ്ങല്ലൂർ ഗോപി സ്മാരക പുരസ്കാരം, പരസ്പരം വായനക്കൂട്ടം പുരസ്കാരം, ചേർത്തല നഗരസഭാ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നവോദയ, നവയുഗം, തണൽ, മധുരം മലയാളം തുടങ്ങിയ സംഘടനകളുടെ പുരസ്കാരങ്ങൾ വിദേശത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. യുവകലാ സാഹിതി ചേർത്തല മണ്ഡലം സെക്രട്ടറിയാണ്. പ്രവാസി ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ ഭാരവാഹിയായും പ്രവർത്തിച്ചു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കോവില്ലൂർ രാധാകൃഷ്ണൻ, തിരുവനന്തപുരം വെള്ളറട സ്വദേശി, അധ്യാപകൻ, കവി, നോവലിസ്റ്റ്, ഗാനരചയിതാവ്, നാടക, സിനിമ, ഷോർട്ട് ഫിലിം നടൻ, ജ്യോത്സ്യൻ. 2 കാവ്യ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉപരിപഠനം കേരളത്തിൽ, മഹാനായ മന്നത്ത് പത്മനാഭൻ എന്നീ ജീവചരിത്രങ്ങൾ, കൊറ്റനാടിൻ്റെ കണ്ണുനീർ, ജനിക്കരുതായിരുന്നു നീ, പകയുടെ കനലാഴങ്ങൾ എന്നീ നോവലുകൾ, ഗൈഡ് ഫോർ ഇംഗ്ലീഷ് ഗ്രാമർ എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജീവ് സ്മാരക പുരസ്കാരം, സർഗസപര്യ പുരസ്കാരം, കലാസാഹിത്യ പുരസ്കാരം, ശ്രീ ഭൂതന പുരസ്കാരം, കേരളശ്രീ പുരസ്കാരം, പി കേശവദേവ് പുരസ്കാരം, MT വാസുദേവൻ നായർ പുരസ്കാരം, പണ്ഡിറ്റ് KP കറുപ്പൻ പുരസ്കാരം, കലാസാഹിത്യ സംസ്കൃതി പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നാടകം, സിനിമ, ഷോർട്ട് ഫിലിം നടനാണ്. നിരവധി ആൽബങ്ങളും ഇദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഫാദർ സന്തോഷ് രാജ്, എറണാകുളം സ്വദേശി, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും ബാച്ചലർ ഓഫ് ഡിവിനിറ്റിയും പാസ്റ്റർ കെയർ കൗൺസിലിംഗ് ബിരുദാനന്തര ബിരുദവും നേടി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരനായ ഫാദർ സന്തോഷ് സഭാപ്രവർത്തനത്തിലൂടെ സാമൂഹ്യ പ്രവർത്തന രംഗത്തും കടന്നു വന്നു. ലൂത്രൻ സഭയിലെ പുരോഹിതനാണ്. ലൈഫ് സ്കിൽ ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, തിയേറ്റർ വർക്ക്ഷോപ്പുകൾ, പബ്ലിക് സ്പീക്കിംഗ് എന്നിവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുന്നു. നെഹ്റു യുവകേന്ദ്ര അവാർഡ് 2008, യൂത്ത് ഫെലോഷിപ്പ്, ലുത്രൻ സഭ 2015, 2020 എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പാവങ്ങൾക്ക് വീട് വെച്ച് നൽകൽ, നിർധനരായ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം എത്തിക്കൽ, ചികിത്സാ ചെലവുകൾ നൽകൽ, നിർധന കുട്ടികൾക്ക് വിദ്യാഭ്യാസ ചെലവുകൾ എന്നിവ നൽകി വരുന്നു. സാമൂഹ്യ സേവന രംഗത്തും കലാരംഗത്തും ഒരുപോലെ തന്നെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. സാമൂഹ്യ സേവനയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രമാദേവി രവീന്ദ്രൻ, കൊല്ലം കുമ്മിൽ സ്വദേശി, കഥാകൃത്ത്, കവയിത്രി, ലേഖിക. നിരവധി ആനുകാലികങ്ങളിൽ കഥയും കവിതയും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. കഥയല്ലിത് ഹൃദയമാണ് എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. മണൽക്കാറ്റിൽ അടരാത്ത മഞ്ഞിപ്പൂക്കൾ എന്ന പേരിൽ 24 കഥകളുടെ സമാഹാരവും പ്രകാശിതമായി. 35 വർഷക്കാലം അബുദാബിയിലായിരുന്നു. ഇവിടുത്തെ റേഡിയോ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സ്റ്റാൻലി പുത്തൻപുരയ്ക്കൽ, തിരുവനന്തപുരം വെള്ളറട സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, കലാപ്രവർത്തകൻ, കഥാകൃത്ത്, സംഘാടകൻ, അഭിനേതാവ്, സംവിധായകൻ. 25 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. 11 തെരുവ് നാടകങ്ങൾ, 5 നാടകങ്ങൾ, 18 ഷോർട്ട് ഫിലിമുകൾ, 34 ആൽബങ്ങൾ എന്നിവ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമ എഡിറ്ററും അഭിനേതാവും കൂടിയാണ്. ഇതുകൂടാതെ പൊതുപ്രവർത്തകനും സംഘാടകനുമാണ്. തെരുവ് നാടകത്തിന് മനോരമ അവാർഡ്, KCBC അവാർഡ്, കേരള കലോത്സവ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന് മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് 2 തവണ ലഭിച്ചു. മികച്ച സംവിധാനത്തിന് പത്മരാജൻ പുരസ്കാരം, തെക്കൻ കുരിശുമല പുരസ്കാരം, പുലരി TV പുരസ്കാരം തുടങ്ങി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്.
കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അജി കഴക്കൂട്ടം, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി, വസ്ത്രാലങ്കാര മേഖലയിൽ പ്രവർത്തിക്കുന്നു. 30 വർഷമായി സിനിമ, സീരിയൽ മേഖലയിൽ വസ്ത്രാലങ്കാരം നടത്തുന്നു. ദൂരദർശനിൽ വന്ന മോഹനം, മർമരം, സൂര്യ TV-യിൽ വന്ന അമാവാസി, രാജസൂയം, കനൽപ്പൂവ്, സ്വാന്തനം, തൂവൽ സ്പർശം, അപരാജിത, മാമാങ്കം, കസ്തൂരിമാൻ തുടങ്ങി ധാരാളം സീരിയലുകൾക്ക് വേണ്ടി വസ്ത്രാലങ്കാരം നടത്തിവരുന്നു. ടെലിവിൻ ഫ്രട്ടേണിറ്റി കോസ്റ്റ്യൂം വിഭാഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായും പ്രവർത്തിച്ചു വരുന്നു. വസ്ത്രാലങ്കാര മേഖലയിലെ വൈവിധ്യം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രകാശൻ വെള്ളിയൂർ, കോഴിക്കോട് വെള്ളിയൂർ സ്വദേശി, നാടകകൃത്ത്, കഥാകൃത്ത്, കവി, നിർമ്മാതാവ്. പോസ്റ്റ്മോർട്ടം, ഇറച്ചിക്കോഴികൾ എന്നീ ഏകാംഗ നാടക സമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട്. കേരളത്തിലെ 80 സ്ത്രീകൾ എഴുതിയ പ്രണയാക്ഷരങ്ങൾ എന്ന പ്രണയ പുസ്തകം എഡിറ്റ് ചെയ്ത് പുറത്തിറക്കി. ചെക്കു ആശാരിയുടെ സ്വപ്നങ്ങൾ എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 50-ലധികം അമച്വർ നാടകങ്ങളുടെ രചന നിർവഹിച്ചു. മദ്രാസ് മെയിൽ എന്ന ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചു. 50-ലധികം തെരുവ് നാടകങ്ങൾ ജ്വാല തിയേറ്റേഴ്സിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന യുവജനോത്സവത്തിൽ കാലത്തിൻ്റെ കണ്ണുനീർ എന്ന അറബി നാടകത്തിന് 1-ാം സ്ഥാനവും അതിൽ അഭിനയിച്ച കുട്ടിക്ക് നടിക്കുള്ള 1-ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. അഖില കേരള അമച്വർ നാടകോത്സവത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മുറിപ്പാടുകൾ എന്ന നാടകത്തിൽ 1-ാം സ്ഥാനവും അതിൽ അഭിനയിച്ച നടിക്കും നടനുമുള്ള നല്ല അഭിനയത്തിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ ഒട്ടേറെ ചെറുകഥകൾ അവതരിപ്പിച്ചു. ദി പോസ്റ്റ്മോർട്ടം എന്ന നാടകത്തിന് യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പീപ്പിൾസ് റിവ്യൂ പുരസ്കാരം, വിചാരവേദി സാഹിത്യ പുരസ്കാരം, കലാകൈരളി പുരസ്കാരം, SWCP സാഹിത്യ പുരസ്കാരം, സംസ്ഥാന നവകേരളം സാഹിത്യ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ ചീഫ് എഡിറ്ററാണ്. കലാരംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി സലീന തിക്കോടി, ശ്രീമതി സലീന തിക്കോടി, കോഴിക്കോട് തിക്കോടി സ്വദേശി, കവിതാരചന, ഗാനരചന, ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിര, മാർഗംകളി, മാപ്പിളപ്പാട്ട്, ഒപ്പന, ചിത്രരചന, പെയിൻറ്റിംഗ് എന്നിവയാണ് പ്രധാന മേഖലകൾ. ആർട്ട് ആൻഡ് മ്യൂസിക് ടീച്ചറായിട്ട് 16 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ICSE, CBSE, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ നൃത്തങ്ങൾ പരിശീലിപ്പിച്ചു വരുന്നു. ഓൾ കേരള മാപ്പിള കലാസംഗീത അക്കാദമി അവാർഡ്, ശ്രീ ജയവിജയൻ അക്ഷരശ്രീ പുരസ്കാരം, കലാസാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് മാപ്പിള കലാ ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, കേരള മാപ്പിള കലാ അക്കാദമി കോഴിക്കോട് മേഖല കൺവീനർ, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന വിമൻ ഓഫ് വർത്ത് എന്ന സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശ്രീരാമൻ M, കാസർഗോഡ് മുതലപ്പാറ സ്വദേശി, കഥാകൃത്ത്, കവി. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാചകം, തിടമ്പ് നൃത്തം, പൂജ തുടങ്ങിയ മേഖലകളിലും പ്രവർത്തിക്കുന്നു. ഓർമ്മയിലെ ഓളങ്ങൾ എന്ന പേരിലായിരുന്നു ആദ്യ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ചെമ്പകപ്പൂവ് എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുദ്ര, പൊൻതാരങ്ങൾ, അടയാളം, പ്രസാദം, പൂമരം, കണിക്കൊന്ന, സാക്ഷ്യം, മണ്ണിൻ്റെ മക്കൾ തുടങ്ങിയ ധാരാളം രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിൽ രചനകൾ അച്ചടിച്ച് വന്നിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ കലാമണ്ഡലം ശിവരാജൻ, തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി, പ്രശസ്ത കഥകളി ആചാര്യനായ ചാത്തന്നൂർ ശ്രീ കൊച്ചുനാരായണ പിള്ളയിൽ നിന്നും വിദ്യ അഭ്യസിച്ചു തുടങ്ങി. തുടർന്ന് 1978 മുതൽ കേരള കലാമണ്ഡലം തിയേറ്ററിൽ നിന്നും കഥകളി അഭ്യസിച്ചു. ഗുരുക്കന്മാരായ മങ്കൊമ്പ് ശിവശങ്കരൻ, കലാമണ്ഡലം രാജശേഖരൻ എന്നിവരിൽ നിന്നും കഥകളി അഭ്യാസം കരസ്ഥമാക്കിയിട്ടുണ്ട്. കഥകളി ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും കരസ്ഥമാക്കിക്കൊണ്ട് കലാകേരളി എന്ന ഡാൻസ് തിയേറ്റർ സ്ഥാപിച്ചു. കഴിഞ്ഞ 25 വർഷത്തെ പ്രയത്നത്തിലൂടെ 25ഓളം കഥകളി ട്രൂപ്പുകൾക്ക് വഴികാട്ടിയും നേതൃത്വവും നൽകി വരുന്നു. കോവളം അന്താരാഷ്ട്ര ടൂറിസ്റ്റ് മേഖലയിലെ മിക്ക ITDC ഹോട്ടലുകളിലും കഥകളി അവതരിപ്പിക്കുന്നു. കഥകളിക്ക് പുറമെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവയും അഭ്യസിപ്പിക്കുന്നു. USA, ജർമ്മനി, കാനഡ, മലേഷ്യ, കൊളംബോ എന്നീ വിദേശ രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്തു വരുന്നു. കഥകളി എന്ന കലയുടെ പ്രചരണാർത്ഥം നടത്തുന്ന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ അനീഷ് കുമാർ EM, കോട്ടയം സ്വദേശി, ഇൻ്റർനാഷണൽ ആക്സസ് ബാർ പ്രാക്ടീഷണർ. 1 വർഷമായി ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ആക്സസ് ബാർ ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിനുള്ള ഗുണങ്ങൾ. ആക്സസ് ബാർ എനർജി പോയിൻ്റ് എന്നതാണ്. തലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ 32 എനർജി പോയിൻറ്റ്സ് ആണുള്ളത്. ആ പോയിൻറ്റിനെ സോഫ്റ്റ് ചെയ്യുന്നതിലൂടെ കാലങ്ങളായി അടിഞ്ഞുകൂടിയ എല്ലാ ബ്ലഡ് ബ്ലോക്കുകളും റിലീസാകുന്നു. കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നതിലൂടെ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും വളരെ ശാന്തരാകുകയും ചെയ്യുന്നു. ഏത് വിഷയത്തിലും കോൺഫിഡൻ്റ് ആയിരിക്കുവാൻ അവർക്ക് സാധിക്കുന്നു. കുട്ടികളുടെ ആനന്ദവും സ്നേഹവും അച്ചടക്കവും ക്രിയാത്മകത, ഉത്സാഹം, ശാന്തത എന്നീ ഗുണങ്ങളെ സംരക്ഷിക്കുവാനും കുട്ടികളിൽ നേരായ ചിന്ത നേരായ സമയത്തുണ്ടാകുവാനും അവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ഈ ചികിത്സയിലൂടെ കഴിയുന്നു. അനാവശ്യ ചിന്തകളെ ഇല്ലാതാക്കുന്നു, സൃഷ്ടിപരമായ കഴിവുകളെ ഉണർത്തുന്നു, ധനപരമായ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു, ദാമ്പത്യ ബന്ധം ദൃഢപ്പെടുത്തുന്നു, ദേഷ്യം പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, പൊതുവെ ഒരു പോസിറ്റീവ് വൈബ് ലഭിക്കുന്നു. ആയിരക്കണക്കിന് വ്യക്തികളിൽ ഇന്ന് ഇത് പ്രാവർത്തികമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ പ്രൊഫഷണലുകൾ വരെയുള്ളവർ അവരവരുടെ സ്വഭാവ ഗുണങ്ങളും കഴിവുകളും സ്വയം തിരിച്ചറിയാനും അവയെ ഊർജ്ജസ്വലതയോടെ വിനിയോഗിക്കുവാനും വ്യക്തിവികാസത്തിന് ഉപയുക്തമാക്കാൻ കഴിയുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താനും ആക്സസ് ബാർ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി സാധിക്കുന്നു. സാമൂഹ്യ നന്മയ്ക്കും ക്ഷേമത്തിനും വഴിതെളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി വളരെയധികം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് രംഗത്തെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി റെജീന നൌഷാദ്, കൊല്ലം സ്വദേശി, കലാരംഗത്തും എഴുത്തിൻ്റെ മേഖലയിലും വർഷങ്ങളായി തുടരുന്നു. തദ്ദേശീയ മാസികകളിൽ തുടർച്ചയായി എഴുതുന്നു. കവിതകളും കഥകളും പ്രസിദ്ധീകരിച്ചു വരുന്നു. വാട്സാപ്പ് കൂട്ടായ്മയിൽ ബുക്കുകളിൽ കൂടി കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിർധനരായും സാമ്പത്തികം പിന്നോക്കാവസ്ഥയിലുമായ കുട്ടികളെയും അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യപരമായ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു വരുന്നു. സമൂഹത്തിൽ എവിടെ അത്തരം സാഹചര്യങ്ങൾ ആവശ്യത അനുഭവിക്കാർ ഉണ്ടെന്ന് അറിയുവാൻ ഇടവന്നാൽ അവിടെയെല്ലാം ശ്രീമതി റെജീന എത്തിപ്പെടും. സാമ്പത്തികമായും സാമൂഹികപരമായും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മഞ്ജു എസ്, ആറ്റിങ്ങൽ കോരാണി സ്വദേശി, അഭിനേത്രി, ചാരിറ്റി പ്രവർത്തക. കൂർക്കം, നിണം, ഈശോ, തട്ടുകട മുതൽ സെമിത്തേരി വരെ, അടിയന്തരാവസ്ഥ കാലത്തെ പ്രണയകാലം, ഷാജഹാൻ തുടങ്ങി 25 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അനിയത്തിപ്രാവ്, അക്ഷരത്തെറ്റ്, തോന്നിയാക്ഷരം, ചെന്നീർപൂവ്, ചെമ്പരത്തി, മഹാഗുരു, സ്വാമി അയ്യപ്പൻ, സാന്ത്വനം, മഞ്ഞിൽ വിരിഞ്ഞപ്പൂവ്, മിഴിരണ്ടിലും, മഴയെത്തും മുമ്പ് തുടങ്ങി 100ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. വീരഭൈരവി എന്ന ബാലയിൽ നായികയെ അഭിനയിച്ചു. അനന്തപുരി ട്രേഡ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജു മാടമ്പിശ്ശേരി, കരുനാഗപ്പള്ളി സ്വദേശി, കവി, ഗാനരചയിതാവ്. മുൻനിര മാധ്യമങ്ങളിൽ 40ഓളം കവിതകൾ പ്രസിദ്ധീകരിച്ചു വരുന്നു. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളായ ഓച്ചിറ, വെട്ടിക്കോട്, മലയാലപ്പുഴ, കണിച്ചക്കുളങ്ങര തുടങ്ങി 20ഓളം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. നാടകങ്ങൾക്ക് വേണ്ടി അവതരണ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അനേകം കവിയരങ്ങളിൽ കവിതകൾ അവതരിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ അവാർഡ്, കവിതാ സാഹിത്യകലാ സാംസ്കാരിക വേദിയുടെ ശ്രേഷ്ഠ സാഹിത്യരചന അംഗീകാര പത്രിക, ഡോക്ടർ BAR അംബേദ്കർ സ്റ്റഡീസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അവാർഡ്, TN കൃഷ്ണൻ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കൊല്ലം ഭാഷാ സാഹിത്യ കലാസംഘം സെക്രട്ടറി ആയിരുന്നു. നിലവിൽ കുമാരനാശാൻ സർഗ ഗായത്രിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും കരുനാഗപ്പള്ളി കുലശേഖരപുരം CPM ബ്രാഞ്ച് മെമ്പറും കൂടിയാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. വായിച്ചേ ശ്രീമതി ഗീതാഞ്ജലി മഹാദേവൻ, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി, നാടക സിനിമ അഭിനേത്രി. അഗ്നിമാനസം, പന്തയത്തേര്, നികുഞ്ചപക്ഷികൾ, കുപ്പയിൽ നിന്നൊരു മാണിക്യം തുടങ്ങി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിൽ നടൻ സത്യരാജിൻ്റെ കൂടെ വെട്രിവേൽ സിനിമയിൽ അഭിനയിച്ചു.
വിക്രത്തിനോടൊപ്പം കാതൽ സടുകുടു എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. IV ശശിയുടെ നാട്ടരങ്ങ എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് രംഗപ്രഭാതിലെ അംഗമാണ്. ഇതുവഴി ധാരാളം നാടകങ്ങളിലും അഭിനയിക്കുന്നുണ്ട്. അതുപോലെ സീരിയലുകളിലും അഭിനയിക്കുന്നു. നിലവിൽ സൂര്യ TV ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുന്ദരി എന്ന സീരിയൽ അഭിനയിച്ചു വരികയാണ്. ഇതുകൂടാതെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. 2 മലയാളം സിനിമയിലും 5 ഷോർട്ട് മൂവികളിലും ഡബ് ചെയ്തിട്ടുണ്ട്. മൂവി ഗ്രൂപ്പായ ഫിക്കോവ സംഘടനയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തൃശ്ശൂർ മൂവി കലാലയ ഗ്രൂപ്പിലും അംഗമാണ്. അഭിനയ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വ സ്വാഗതം. അനഹ S. അനിൽ, തോന്നയ്ക്കൽ സ്വദേശി. 2001 നരിമാൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി തുടക്കം കുറിച്ചു. പിന്നീട് പകിട പകിട പമ്പരം എന്ന ദൂരദർശൻ പരമ്പരയിലും ബാലതാരമായി അഭിനയിച്ചു. അതിനുശേഷം സംഗീതത്തിലോട്ട് തിരിയുകയും സംഗീതജ്ഞൻ വർക്കല ശാന്താറാമിൻ്റെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിക്കുകയും അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. കൈരളി TVയിൽ ബി പോസിറ്റീവ് എന്ന പ്രോഗ്രാമിൽ ഗാനം ആലപിക്കുകയുണ്ടായി. എൻ്റെ തലതൊട്ടപ്പൻ എന്ന ഭക്തിഗാന ആൽബത്തിലും ഓണപ്പൈങ്കിളി എന്ന ആൽബത്തിലും പാടിയിട്ടുണ്ട്. വേൾഡ് പീസ് സമ്മിറ്റ് ഗായിക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 100 വേദികളിൽ വന്ദേമാതരം ആലപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കിട്ട 2 വേദികളിലും ഗാനം ആലപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ഇതിനുവേണ്ടി ആദരവ് നൽകിയിട്ടുണ്ട്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഗായിക പുരസ്കാരം, MS സ്കൂൾ ഓഫ് മ്യൂസിക് പുരസ്കാരം തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അണ്ണാമല സർവകലാശാല BFA സംഗീത ബിരുദ വിദ്യാർത്ഥിനിയാണ്. അതുപോലെ കർണാടക സംഗീത അധ്യാപികയായി നിരവധി കുട്ടികളെ പഠിപ്പിച്ചു വരുന്നു. സംഗീത മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ അഭിജിത്ത് പ്രദീപ്, കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇനി 9ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം പേയാട് സ്വദേശി. 2022 ലുലു മാളിൽ ഐക്കോൺ മത്സരത്തിൽ ലിറ്റിൽ ജീനിയസ് അവാർഡ് കരസ്ഥമാക്കി. 2023 വന്ദേ ഭാരത് എക്സ്പ്രസ് കേരള എഡിഷൻ ഉദ്ഘാടനത്തിന് അഭിജിത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയായി സംവദിച്ചു. തൻ്റെ ഹിന്ദിയിൽ എഴുതിയ കവിത ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശംസയ്ക്ക് പാത്രമായി. കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ ശ്രീ ശശി തരൂരുമായി സംവദിച്ചിട്ടുണ്ട്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് നിറസാന്നിധ്യമായി. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ കവിതകൾ രചിക്കുകയും ജില്ലയിലെ വിവിധ ശാസ്ത്ര, സാഹിത്യ, പൊതുവിജ്ഞാന ക്വിസ് മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ അടിമോനെ ബസർ പരിപാടിയുടെ ഫെയിമാണ്. സാങ്കേതിക വകുപ്പിൻ്റെ ഇൻസ്പയർ അവാർഡ്, വായനാ മത്സരങ്ങൾ വിജയി. പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാലയിലെ ബാലവേദി പ്രസിഡന്റ് കൂടിയായ അഭിജിത്ത് ഗ്രന്ഥശാലയുടെ പ്ലാറ്റിനം ജൂലി അവാർഡിനും അർഹനായി. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തളിർ സ്കോളർഷിപ്പ് കരസ്ഥമാക്കി. കേരള സംഗീത നാടക അക്കാദമിയുടെ ശാസ്ത്രീയ സംഗീതത്തിനുള്ള സ്റ്റൈഫൻഡ് ലഭിക്കുന്നുണ്ട്. വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഗാനമേള, ഭജൻ എന്നിവ നടത്തിവരുന്ന ഒരു ഗായകൻ കൂടിയ അഭിജിത്ത് കവിയരങ്ങളിൽ നിറസാന്നിധ്യമാണ്. കവിതാരചനയും സംഗീതാലാപനവും പ്രധാന ഹോബിയായിട്ടുള്ള അഭിജിത്ത് ഒരു നല്ല പ്രാസംഗികനും അവതാരകനും കൂടിയാണ്. സാഹിത്യ മേഖലയിലെയും കലാമേഖലയിലെയും സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ അഭയി LP, മലയങ്കീഴ് സ്വദേശി. ചിത്രരചന, കഥാരചന, കവിതാരചന, ഉപന്യാസരചന, ടെന്നീസ് എന്നിവയാണ് മേഖലകൾ. CBSE സ്റ്റേറ്റ് കലോത്സവത്തിൽ തുടർച്ചയായിട്ട് 2 വർഷം പെയിൻറ്റിംഗ്, വാട്ടർ കളറിൽ A ഗ്രേഡ്. തിക്കുറിശ്ശ ഫൗണ്ടേഷൻ നടത്തിയ കലാസാഹിത്യ മത്സരങ്ങളിൽ ചിത്രരചനയ്ക്ക് 1ാം സ്ഥാനം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിയം നടത്തിയ പെയിൻറ്റിംഗ് മത്സരത്തിൽ തുടർച്ചയായിട്ട് 2 തവണ 1ാം സ്ഥാനം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ സമ്മാനം. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൻ്റെ സമ്മാനം. ഡയറി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ മത്സരത്തിൽ സമ്മാനം തുടങ്ങി ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ പ്രമുഖരുടെ ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ടെന്നീസിലും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ടെന്നീസ് ടൂർണമെൻറ്റിൽ 10 വയസ്സിന് താഴെയുള്ള മത്സരത്തിൽ റണ്ണറപ്പാണ്. വർക്കല പ്രൊഫഷണൽ ടെന്നീസ് ക്ലബ്ബ് നടത്തിയ ടെന്നീസിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. സ്കൗട്ട് ആൻഡ് ഗൈഡ് അസോസിയേഷൻ കേരളയുടെ രജത് കിരൺ എക്സാം എഴുതിയിട്ടുണ്ട്. നാടൻപാട്ട്, കഥാരചന, ഉപന്യാസരചന, കവിതാരചന, മലയാളം, ഹിന്ദി പദ്യം ചൊല്ലൽ എന്നിവയിലെല്ലാം നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. നാഷണൽ സ്പെൽ ബി മത്സരത്തിൽ ഇന്റർ സ്കൂൾ മത്സരത്തിൽ 3rd റാങ്ക് നേടിയിട്ടുണ്ട്. കലാ, സാഹിത്യം, സ്പോർട്സ് എന്നീ മേഖലകളിലെ പ്രാവീണ്യം കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ അനേഷ് ശിവൻ, കാസർഗോഡ് സ്വദേശി. പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുഞ്ഞു പ്രായത്തിൽ മുതൽ കാരുണ്യ പ്രവർത്തനത്തിന് അനേഷ് ശിവന് ഇൻ്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ
ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. സോഷ്യൽ വർക്കർ അച്ചീവ്മെൻറ്റ് കാറ്റഗറിയിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ പ്രചോദനം ലഭിച്ചത്. വീടിനടുത്തൊരു കുട്ടിയുടെ അച്ഛന് ചികിത്സാ സഹായം നൽകിക്കൊണ്ടാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അസുഖം ബാധിതരായ ആൾക്കാരുടെ വീഡിയോ സ്വന്തമായി ചെയ്ത് അന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും ഷെയർ ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ തന്നെ പുതിയ വെളിച്ചം നൽകിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. സോഷ്യൽ വർക്കിൽ ഇന്ത്യൻ സ്റ്റാർ കമ്മ്യൂണിറ്റി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് ജീനിയസ് അവാർഡ്, കലാം വേൾഡ് റെക്കോർഡ് അവാർഡ് എന്നിവയും തായ്ക്കൊണ്ടയിൽ നാഷണൽ ഗോൾഡ് മെഡൽ ജേതാവുമാണ്. 2 ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ ആദി സൂര്യ SR 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നൃത്തം, മാത്സിൻ്റെ സ്റ്റിൽ മോഡൽ ചെയ്യുക എന്നുള്ളതാണ്. എന്നിവയിൽ ജില്ലാ മത്സരത്തിൽ 1ാം സ്ഥാനവും ജില്ലാതല കളറിംഗ് മത്സരത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. മീഡിയ സിറ്റിയുടെ സീസൺ 7 ഓൺലൈൻ ഭരതനാട്യത്തിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 10 വയസ്സിനുള്ളിൽ 50ഓളം വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, മീഡിയ സിറ്റി അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രാജേഷ് ടി, കോഴിക്കോട് മുക്കം സ്വദേശി, നർത്തകൻ, കുച്ചിപ്പുടി, ഭരതനാട്യം എന്നീ മേഖലകളിൽ പ്രശസ്തൻ. 20 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിക്കുകയും 1000ഓളം കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുകയും ചെയ്തു. കലോത്സവ വേദികളിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ കുട്ടികളെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി, സംഗീത നാടക അക്കാദമി, കേരള കലാമണ്ഡലം, വടകര സംഗീത ഭാരതി കലാകേന്ദ്രം, കേരള സംസ്കാരിക വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പഠന സർട്ടിഫിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. JC ഡാനിയൽ പുരസ്കാരം, നാട്യശ്രീ പുരസ്കാരം, ഇന്ത്യൻ സ്റ്റാർ ഐക്കൺ അവാർഡ്, ഇന്ത്യ ഏഷ്യ വേൾഡ് റെക്കോർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 14 വർഷമായി കോഴിക്കോട് ചെറുപ്പ മണക്കാട് സ്കൂളിലെ നൃത്ത അധ്യാപകനാണ്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മറ്റേത് മോനാണല്ലേ മറ്റേത്. ശ്രീമതി ഷാജിദ ഷെല്ലി, എറണാകുളം സ്വദേശി, വൈറ്റിലയിൽ വിവിധ ഡയഗ്നോസ്റ്റിക് സെൻ്ററുകളിൽ PRO ആയി ജോലി നോക്കുന്നു. എഴുത്തുകാരിയാണ്. ധാരാളം ഓൺലൈൻ കൂട്ടായ്മകളിൽ എഴുതുന്നുണ്ട്. ഗായികയാണ്. സ്റ്റാർ മേക്കർ ഓൺലൈൻ പാട്ട് ഗ്രൂപ്പുകളിലും അംഗമാണ്. നിരവധി ആദരവുകൾ കാവ്യ കൂട്ടായ്മകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ മികച്ച നർത്തകി കൂടിയാണ്. SNDP വനിതാ സംഘം സെക്രട്ടറിയും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരികയും ചെയ്തു വരുന്നു. ബാലസംഘം കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ധാരാളം മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. നിലവിൽ പുരോഗമന കലാ സാഹിത്യ സംഘം വനിതാ സാഹിത്യയുടെ സെക്രട്ടറി, മുളക്കാട് ദേവസ്വം വൈസ് പ്രസിഡന്റ്, കൊച്ചിൻ സാഹിത്യ അക്കാദമി ഓൺലൈൻ കൂട്ടായ്മയിൽ അഡ്മിൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ വിജയകുമാർ, പന്തളം സ്വദേശി, കലാ സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നു. 24 വർഷം ITI അധ്യാപകനും ആ രംഗത്ത് സേവനമനുഷ്ഠിച്ചതിന് ശേഷം 2021 ചെങ്ങന്നൂർ ITIയിൽ നിന്നും ഗ്രൂപ്പ് ഇൻസ്ട്രക്ടറായി വിരമിച്ചു. സാഹിത്യരംഗത്തും ഗ്രന്ഥശാല രംഗത്തും പ്രവർത്തിച്ചു വരുന്നു. നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തിന് ഈ മേഖലകളിൽ ലഭിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാലകളുടെ പ്രസിഡന്റായും സെക്രട്ടറിയായും ദീർഘകാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാഷാ മലയാളം സാഹിത്യ സൗഹൃദ കൂട്ടായ്മ, മഞ്ജിമ ഗ്രന്ഥശാല, പന്തളം ഗ്രാമീണ വായനശാല തുടങ്ങി വിവിധ സാഹിത്യ കൂട്ടായ്മകളിൽ നിന്നും ആദരവ് ലഭിച്ചിട്ടുണ്ട്. വിവിധ കാലങ്ങളിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന കുട്ടികളുടെ പരിപാടി, ബാലലോകത്തിലെ ലളിതഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, സംഘഗാനങ്ങൾ എന്നിവയുടെ രചന നിർവഹിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ നിരവധി ഗാനങ്ങൾ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. കലാ സാംസ്കാരിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി പ്രഭ NK, കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി, എഴുത്തുകാരി, ചിത്രകാരി. യാത്രാ വിവരണങ്ങളിൽ ലേഖനങ്ങളും എഴുതാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ധാരാളം കൂട്ടായ്മകൾ എഴുതാറുണ്ട്. വാർഡിലെ കുടുംബശ്രീയുടെ പ്രസിഡൻ്റാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകവും 9 വേൾഡ് റെക്കോർഡ് ലഭിച്ച പുസ്തകത്തിൽ ഒരു ചർച്ചയും രചനയും ഉൾപ്പെട്ടിട്ടുണ്ട്.
വിവിധ സാഹിത്യ ഗ്രൂപ്പുകൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ കഥകളും കവിതകളും യാത്രാ വിവരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിൻ സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഭാഷാ മലയാളം അവാർഡും അവാർഡ് കമ്മിറ്റി, CDS മെമ്പേഴ്സ്, കുടുംബശ്രീ, പോലീസ് അസോസിയേഷൻ, കലാസമിതികൾ എന്നിവയിൽ നിന്ന് നിരവധി ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജലജ പറമ്പുക്കാട്, എറണാകുളം മുളവുകാട് സ്വദേശി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അഭിനയം തുടങ്ങി. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ G. ശങ്കരപ്പിള്ള രചനയും PR അജാമലൻ സംവിധാനവും നിർവഹിച്ച സബർമതി ദൂരെയാണ് എന്ന നാടകം നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. കരയരുത് പെണ്ണാണ് നീ എന്ന നാടകത്തിൽ മികച്ച വേഷം ചെയ്തു. മറ്റ് പല നാടകങ്ങളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുഡ്നസ് TVയിൽ ബൈബിളിനെ ആസ്പദമാക്കിയ ടെലിഫിലിമിൽ അഭിനയിച്ചു വരുന്നു. നാടൻ പാട്ട്, ഭക്തിഗാനങ്ങൾ, ആൽബം സോങ്സ്, ചെറുതും വലുതുമായ ഒട്ടനവധി കവിതകളും രചിച്ചിട്ടുണ്ട്. നാട്ടിലെ സാംസ്കാരിക കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമാണ്. നാടക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രോഹിത് കവിരാജൻ, ശ്രീമതി അല്ലേ ശ്രീയാണ്, ശ്രീ രോഹിത് കവിരാജൻ, കൊല്ലം സ്വദേശി. രോഹു എന്ന തൂലികാ നാമത്തിൽ എഴുതുന്നു. സ്കൂൾ തലം മുതൽ നാടകങ്ങളിൽ അഭിനയിക്കുന്നു. ജില്ലാതല നാടകോത്സവങ്ങളിൽ പങ്കെടുത്ത് മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. വിപ്രോയിൽ എഞ്ചിനീയറായി ജോലി ചെയ്ത ശേഷം വിദേശത്ത് തൊഴിൽ സാധ്യത തേടിപ്പോയി. കൊറോണയുടെ പശ്ചാത്തലത്തിൽ മടങ്ങി വന്ന് സ്വയം തൊഴിൽ കണ്ടെത്തി. NFC എന്ന ഫ്രൈഡ് ചിക്കൻ വിതരണം ചെയ്തു വരുന്നു. ധാരാളം ഔട്ട്ലെറ്റുകളുണ്ട്. നിരവധി പേർക്ക് തൊഴിൽ ലഭ്യതയ്ക്കുള്ള സാധ്യതയ്ക്കും വഴി തെളിച്ചു. ഇതുവഴി താളിയോല എന്ന സാഹിത്യ കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. വിവിധ സാഹിത്യ സദസ്സുകളിൽ പങ്കെടുത്തു വരുന്നു. നിരവധി പാരിതോഷികങ്ങൾ ലഭിക്കുകയുണ്ടായി. മഞ്ചരി ബുക്സിൻ്റെ ഭാഗമായതോടെ 10ൽ പരം ലോക റെക്കോർഡുകളിൽ ഇദ്ദേഹം ഇടം നേടി. അവയിൽ ചിലത് ഏഷ്യ വേൾഡ് റെക്കോർഡ്, ഇന്ത്യ വേൾഡ് റെക്കോർഡ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, തിരുനെല്ലൂർ കരുണാകരൻ പുരസ്കാരം തുടങ്ങിയവയാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മധു ബാലൻ, കണ്ണൂർ ജില്ലയിലെ കൈതപ്രം സ്വദേശി. കേരളത്തിലും പുറത്തും അറിയപ്പെടുന്ന സക്സസ് കോച്ച്, ലീഡർഷിപ്പ് ട്രെയിനറാണ്. മധുബാലൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ സ്വാധീനിക്കുന്ന വ്യക്തിയാണ്. സാർത്ഥ പോസിറ്റീവ് ഫാമിലി എന്ന സ്ഥാപനമാണ് മധുബാലൻ്റെ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇതിലൂടെ 1000-ലധികം പേരുടെ ജീവിതത്തെ സന്തോഷത്തിലേക്കും സാമൂഹ്യ പുരോഗതിയിലേക്കും നയിക്കുവാനും അനേകം ലീഡർമാരെയും സംരംഭകരെയും സൃഷ്ടിക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മക്സ്റ്റർ മാലോട്ട് കോച്ച്, DW സക്സസ് ട്രെയിനർ എന്നീ നിലയിലാണ് മധുബാലൻ അറിയപ്പെടുന്നത്. കപ്പാസിറ്റി ബിൽഡിംഗ് മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിജു വർഗീസിന് പകരം മകൾ ഷാരോണാണ് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി, സംവിധായകൻ. മനോജ് ബാബുവിൻ്റെ സഹായിയായി കലാജീവിതം തുടങ്ങി. ശ്യാം സുന്ദറിൻ്റെ യന്ത്ര മീഡിയയിൽ ഗോകുലം, സ്ത്രീ പാർട്ട് 1, സമയം എന്നിവയിൽ എപ്പിസോഡ് ഡയറക്ടറായി പ്രവർത്തിച്ചു. ശ്യാം സുന്ദറിൻ്റെ സ്വരരാഗം എന്ന പരമ്പരയിൽ സ്വതന്ത്ര സംവിധായകനായി പ്രവർത്തിക്കാൻ തുടങ്ങി. നാളിതുവരെ 20-ൽ പരം മെഗാ പരമ്പരകൾ സൂര്യ TV, സൺ TV, ഏഷ്യാനെറ്റ്, വിജയ് TV, ഫ്ലവേഴ്സ് ചാനൽ എന്നിവയ്ക്ക് വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. റെഡ് റോസസ്, അഷ്ടപതി, സ്ത്രീത്വം, കൂടെവിടെ, നന്ദനം, ചോക്ലേറ്റ്, സീതാരാമം, ആതിര, നീലക്കുയിൽ, ഗോകുലം, സ്ത്രീ പാർട്ട് 2, സമയം, സ്വരരാഗം, ശാരദ, അങ്ങനെ ധാരാളം സീരിയലുകൾ നല്ല സംവിധാനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. കലാരംഗത്തെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രഞ്ജിത VK, കോഴിക്കോട് നോർത്ത് ബേപ്പൂർ സ്വദേശി, കവയത്രി, ചെറുകഥാകൃത്ത്, ലേഖിക, അധ്യാപിക, ബാക്ടീരിയോളജിസ്റ്റ്. കലാസാംസ്കാരിക സംഘടനയായ തെളിനീർ ട്രസ്റ്റ് തിരുവനന്തപുരത്ത് നടത്തിയ കവിതാ മത്സരത്തിൽ മിഴികളിൽ ഒഴുകുന്ന പുഴയ്ക്ക് എന്ന മികച്ച രചനയ്ക്കുള്ള പ്രശംസാപത്രം ലഭിച്ചു. നിശബ്ദതയിലെ മൗനം എന്ന കവിതയ്ക്കും ഒറ്റ മനുഷ്യൻ എന്ന ചെറുകഥയ്ക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തെളിനീർ ബുക്സ് നടത്തിയ സംസ്ഥാനതല മത്സരത്തിൽ മികച്ച രചനയായി പരാജിതൻ്റെ പുസ്തകം എന്ന ചെറുകഥയ്ക്കും തീവണ്ടി എന്ന കവിതയ്ക്കും പ്രത്യേക പുരസ്കാരം ലഭിച്ചു. അഖില കേരള സുഗതകുമാരി കവിതാ രചനാ മത്സരത്തിൽ ആരും മുന്നിൽ എന്ന കവിതയ്ക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്.
ഏത് വഴിയാണ് ശരി എന്ന ലേഖനത്തിൽ 3-ാം സ്ഥാനം ലഭിച്ചു. കരിനീലക്കാവ് മലബാര ശക്തികളുടെ വർണ്ണനകൾ, ശ്ലോകങ്ങൾ, കീർത്തനങ്ങൾ, ഭക്തി കവിതകൾ എന്നിവ ഉൾപ്പെട്ടുകൊണ്ടുള്ള പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ വിദ്യാലയത്തിലും കോഴിക്കോട് മീൻചന്ത NSSലെ അധ്യാപികയായിട്ടും ജോലി നോക്കി വരുന്നു. കേരള വാട്ടർ അതോറിറ്റിയിൽ ബാക്ടീരിയോളജിസ്റ്റായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷൺകുമാരി KS, തിരുവനന്തപുരം മണക്കാട് സ്വദേശി, കവയത്രി, കഥാകൃത്ത്. ആദ്യ പുസ്തകമായ ഷൺകുമാരിയുടെ കൃതികൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഭക്തി കീർത്തനങ്ങളും ഗാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ത്രയംബകം എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഭക്തിഗാനങ്ങളാണ് കൂടുതലായും എഴുതുന്നത്. ഇരുംകുളങ്ങര സത്സംഗ സമിതി നാമപാരായണ ഗ്രൂപ്പ് എന്ന സ്ഥാപനം നിലവിലുണ്ട്. ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രവാസി സംഘടനയായ അനോരയിൽ നിന്ന് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംഗീതം, വീണ, പെയിൻറ്റിംഗ് എന്നിവയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. മികച്ച ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ്. ഏഷ്യാനെറ്റ് റേഡിയോയ്ക്ക് വേണ്ടി ഉപന്യാസങ്ങളും ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.